കാറ്റത്തെ കിളിക്കൂടിൻ്റെ വരാനിരിക്കുന്ന ഒരു എപ്പിസോഡിൻ്റെ വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വീഡിയോ ആദ്യമായി കാണുകയാണെങ്കിൽ സപ്പോർട്ട് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ. അങ്ങനെ സുധീഷിന് ഫുഡുമായി ഗുണ്ടകൾ എത്തുമ്പോഴേക്കും സുധീഷ് ഇരുന്ന സ്ഥാനം മാറിയിരിക്കുന്നത് കാണെ അവരും അങ്ങോട്ട് ചെന്ന് അവനെ ചോദ്യം ചെയ്യുന്നുണ്ട്. എന്തോ സംഭവിച്ചിട്ടുണ്ടെന്ന് മനസ്സിലാക്കിയ അവർ അവിടെയെല്ലാം തിരയുമ്പോഴേക്കും ആ മൊബൈൽ കാണുന്നുണ്ട്. അത് തന്റെ ഫോണാണെന്നും അബദ്ധത്തിൽ കയ്യിൽ നിന്ന് വീണതാകാമെന്നും ഒരുത്തൻ വിളിച്ച് പറയുമ്പോഴേക്കും അവൻ ആരെങ്കിലും ആ മൊബൈലിൽ നിന്ന് വിളിച്ചോന്ന് നോക്കുന്നുണ്ട്. അവർ 2-3 നമ്പറിലേക്ക് കോൾ പോയിട്ടുണ്ടെന്ന് മനസ്സിലാക്കിയ അവർ അത് ആരുടെ നമ്പറാണെന്ന് സുധീഷിനെ ഭീഷണിപ്പെടുത്തി ചോദ്യം ചെയ്യുന്നുണ്ടെങ്കിലും അവൻ മറുപടി പറയാത്തതിനാൽ അവർ ആ നമ്പറിലേക്ക് വിളിക്കുന്നുണ്ട്. യാത്രയിലായിരുന്നു സുഭാഷും കൂട്ടരും. മൊബൈൽ റിങ് ചെയ്യുന്ന കണ്ട് അവർ വണ്ടി നിർത്തുമ്പോഴേക്കും സുധീഷ് നേരത്തെ വിളിച്ച നമ്പറിൽ നിന്നുള്ള കോളാണെന്ന് കണ്ട് സുധീഷാണ് വിളിക്കുന്നതെന്ന് സുഭാഷ് പറയുന്നുണ്ട്. സുഭാഷ് ആ കോൾ അറ്റൻഡ് ചെയ്യുമ്പോഴേക്കും ഹരീഷ് പെട്ടെന്ന് തന്നെ ആ മൊബൈൽ വാങ്ങിച്ച് അതിലെ സ്പീക്കർ മോഡ് ഓൺ ചെയ്യുന്നു. അവർ ഒന്നും മിണ്ടാതെ ഇരിക്കുമ്പോഴേക്കും അപ്പുറത്തുനിന്ന് ഹലോ എന്ന ശബ്ദം കേൾക്കുന്നുണ്ട്. ഹലോ, ആരാടാ നീ എന്നാ കൊണ്ട് ചോദിക്കുമ്പോഴേക്കും ഹരീഷ് പെട്ടെന്ന് തന്നെ ആ കോൾ കട്ട് ചെയ്യുകയാണ്. അവരത് കണ്ടുപിടിച്ചെന്ന് ഹരീഷ് പറയുമ്പോഴേക്കും എന്താ ചേട്ടാ ഇങ്ങനെ പറയുന്നത്, പേടിയാവുന്നെന്ന് നികേഷും. വണ്ടി എടുക്കുന്ന ഹരീഷ് പറയുമ്പോഴേക്കും പേടിക്കേണ്ട നികേഷ് എന്ന് പറഞ്ഞ് സുഭാഷും വണ്ടിയെടുക്കുകയാണ്. ഗുണ്ടകളുടെ നേതാവും അപ്പോഴേക്കും സുധീഷിനെ നോക്കെന്ന് പറഞ്ഞ് അവരെ ഏൽപ്പിച്ച് പുറത്തിറങ്ങിപ്പോയി അരുണിന്റെ നമ്പറിലേക്ക് വിളിക്കുന്നുണ്ട്. അവൻ കോൾ അറ്റൻഡ് ചെയ്തുകൊണ്ട് എന്താടാ ഈ സമയത്ത് വിളിക്കുന്നത്, അവൻ ജീവനോടെ ഇല്ലേ അതോ അടിച്ചടിച്ച് ചത്തുപോയോ എന്നരുൺ ചോദിക്കുമ്പോഴേക്കും അതല്ല സാർ, ഞങ്ങൾ പുറത്തു പോയ സമയത്ത് അവൻ മൊബൈൽ എടുത്ത് ആരെയോ വിളിച്ചിട്ടുണ്ട് എന്നവൻ പറയുമ്പോഴേക്കും ആരെ, സുധീഷോ? എങ്ങനെയാണ് അവൻ ഫോൺ ചെയ്തത്, അവൻ എങ്ങനെ മൊബൈൽ കിട്ടിയെന്ന് അരുൺ ചോദിക്കുമ്പോഴേക്കും നടന്ന സംഭവങ്ങളെല്ലാം അവൻ വിവരിക്കുന്നു. വീണ്ടും താൻ ആ നമ്പറിലേക്ക് വിളിച്ചു നോക്കിയെങ്കിലും തന്റെ ശബ്ദം കേട്ടയുടനെ ആ കോൾ കട്ട് ചെയ്തെന്ന് അയാൾ പറയുന്നു. അരുൺ അവനെ വഴക്കു പറഞ്ഞ് ഉടനെ സുധീഷിനെ അവിടെ നിന്ന് മാറ്റണമെന്ന്, ഞാൻ പറയുന്ന സ്ഥലത്ത് അവനെ എത്തിക്കണമെന്ന് പറഞ്ഞ് അവൻ അവിടേക്കുള്ള വഴിയെല്ലാം പറഞ്ഞു കൊടുത്തുകൊണ്ട് അരുൺ കോൾ വെക്കുമ്പോഴേക്കും അരുണിന്റെ നിർദ്ദേശമനുസരിച്ച് ആ ടീം സുധീഷിനെയും കൊണ്ട് അരുൺ പറഞ്ഞ സ്ഥലത്തേക്ക് കാറിൽ യാത്ര തുടങ്ങുകയാണ്. ആ സമയം അത്രയും നീതു ടെൻഷനോടെ ഹരീഷിന്റെ മൊബൈലിലേക്ക് കോൾ ചെയ്തുകൊണ്ടേയിരിക്കുക. അത് സ്വിച്ച് ഓഫ് ആണെന്ന് കണ്ട് അവൾ ഹരീഷിന്റെ വാട്സാപ്പിലേക്ക് ഒരു വോയിസ് മെസ്സേജ് അയക്കുന്നുണ്ട്. സംസാരിച്ചത് ഇഷ്ടമാവാതെ നീ മൊബൈൽ ഓഫ് ചെയ്തല്ലേ, അത്രയ്ക്ക് ഞാനിപ്പോ വേണ്ടാത്തവളായല്ലേ, ഇത്ര നാളും എന്നോട് പ്രണയം അഭിനയിച്ച് പറ്റിച്ചല്ലേ, ഇനി എന്നോട് നീ സംസാരിക്കാനേ വരണ്ടത്. ഞാൻ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോ നീ എന്തിനാ കട്ടാക്കി ഓഫ് ചെയ്തത്, നീ വേറെ ആരുടെയോ കൂടെ ചുറ്റിക്കറങ്ങുകയാണെന്ന് എനിക്ക് മനസ്സിലായി. എന്റെ കോൾ നിനക്ക് ഡിസ്റ്റർബൻസ് ആയി, അതുകൊണ്ടാ നീ കട്ടാക്കിയത്. സംസാരിച്ചു തുടങ്ങി ഒരാഴ്ചക്കുള്ളിൽ തന്നെ നിനക്ക് മടുത്തല്ലേ, നീ ഇത്രയ്ക്ക് മോശപ്പെട്ട ഒരാളാണെന്ന് ഞാൻ വിചാരിച്ചതേ ഇല്ല എന്നൊക്കെ കളി തീരുന്നതുവരെ വീണ്ടും വീണ്ടും വോയിസ് മെസ്സേജ് അയച്ചുകൊണ്ടിരിക്കുക നീതു. നിധിയും ടെൻഷനോടെ അച്ഛൻ നേരത്തെ തന്നോട് പറഞ്ഞ കാര്യങ്ങളെല്ലാം ഓർത്ത് ിലൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുക. ഇനി ഞാൻ വീട്ടിലേക്ക് പോവാന്ന് നീ സ്വപ്നത്തിൽ പോലും വിചാരിക്കണ്ട. ഇനി ഞാൻ ജീവിതം വേണ്ടാന്ന് അച്ഛൻ പറയുന്നതോർക്കെ അവളും ആകെ ടെൻഷനോടെ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുക. അവിടെ അരുണിന്റെ ആൾക്കാർ സുധീഷിനെയും കൊണ്ട് അരുൺ പറഞ്ഞ സ്ഥലത്തേക്ക് പോയിക്കൊണ്ടിരിക്കുക. സുധീഷ് പറഞ്ഞ ലൊക്കേഷൻ അനുസരിച്ച് സുധീഷിന്റെ അടുത്തേക്ക് എത്തിക്കൊണ്ടിരിക്കുക സുഭാഷും കൂട്ടരും. വണ്ടിയിൽ കിടന്ന് ബഹളം വെക്കുന്ന സുധീഷിന്റെ കൈയും വായുമെല്ലാം അവർ മൂടിക്കെട്ടുന്നുണ്ട്. നിധി അപ്പോഴും ടെൻഷനോടെ സുധീഷിന്റെ മൊബൈലിലേക്ക് ട്രൈ ചെയ്തുകൊണ്ടേയിരിക്കുക. അങ്ങനെ സുധീഷിനെയും കൊണ്ടുവരുന്നവർ ഒരു വളവ് തിരിയെ എതിരെ വരികയായിരുന്ന ഹരീഷിന്റെ ബൈക്ക് ഇടിച്ചു വീഴ്ത്തുകയാണ്. സുഭാഷും നികേഷും വണ്ടി നിർത്തി അവനെ പിടിച്ചെഴുന്നേൽപ്പിക്കുമ്പോഴേക്കും അരുണിന്റെ ഗുണ്ടകളും വണ്ടി നിർത്തുകയാ. അതിന്ന് ഡ്രൈവർ പുറത്തിറങ്ങുമ്പോഴേക്കും സുഭാഷും അങ്ങോട്ട് ഓടിയെത്തി ആ ഡ്രൈവറെ ചോദ്യം ചെയ്യുന്നുണ്ട്. അവർ തമ്മിൽ ഒന്നും രണ്ടും പറഞ്ഞ് വഴക്കു കൂടുമ്പോഴേക്കും ഹരീഷിനെ എഴുന്നേൽപ്പിച്ച് നികേഷ് നടന്നു വരുന്നത് പുറകിലെ ഗ്ലാസ്സിലൂടെ സുധീഷും കാണുന്നുണ്ട്. അവൻ വണ്ടിയിൽ കിടന്ന് ബഹളം വെച്ച് അവരുടെ ശ്രദ്ധ തിരിക്കാനായി ശ്രമിക്കുന്നുണ്ടെങ്കിലും വാ മൂടിക്കെട്ടിയ കാരണം ശബ്ദം പുറത്തേക്ക് വരുന്നുണ്ടായിരുന്നില്ല. എല്ലാം പറഞ്ഞു തീർത്ത് അവർ നടന്നു നീങ്ങുമ്പോഴേക്കും സുധീഷിനും ആകെ ടെൻഷൻ ആവുകയാ. ഒരാൾ വന്ന് സുധീഷിന്റെ സൈഡിലെ ഡോർ തുറക്കുമ്പോഴേക്കും അവൻ അയാളെ കാൽ കൊണ്ട് തട്ടിത്തെറിപ്പിച്ച് തല പുറത്തേക്കിട്ട് ബഹളം വെക്കുമ്പോഴേക്കും പുറകിലേക്ക് തിരിഞ്ഞു നോക്കുന്ന നികേഷും ഒരു മിന്നായം പോലെ സുധീഷിനെ കാണുമ്പോഴേക്കും നിലത്തേക്ക് വീണ ആ ഗുണ്ടയും എഴുന്നേറ്റ് വന്ന് സുധീഷിനെ വണ്ടിയിലേക്ക് തള്ളിയിട്ട് ഡോർ അടയ്ക്കുകയാണ്. അമ്പരിപ്പോടെ നികേഷ് നോക്കി നിൽക്കുമ്പോഴേക്കും പിൻഗ്ലാസിലൂടെ വാമൂടിക്കെട്ടിയ നിലയിൽ സുധീഷ് തങ്ങളെ നോക്കി ബഹളം വെക്കുന്നത് അവൻ കാണുന്നുണ്ട്. അവർ വണ്ടിയെടുത്ത് പോകുമ്പോഴേക്കും സുഭാഷേട്ടാ, സുധീഷേട്ടാ, ആ വണ്ടിയിൽ സുധീഷേട്ടനുണ്ടെന്ന് നികേഷ് വിളിച്ചു പറയുമ്പോഴേക്കും സുഭാഷ് ഓടി വരുമ്പോഴേക്കും ആ വണ്ടിയുമെടുത്ത് അവർ പോയി കഴിഞ്ഞിരുന്നു. അവരും പെട്ടെന്ന് തന്നെ തങ്ങളുടെ ബൈക്കും എടുത്ത് ആ വണ്ടിയുടെ പുറകെ വെച്ച് പിടിക്കുക. അവർ ഫോളോ ചെയ്തു വരുന്നത് സൈഡ് മിററിലൂടെ കണ്ട അവരുടെ നേതാവും. അവൾ എന്തിനാ വീണ്ടും നമ്മളെ ഫോളോ ചെയ്തു വരുന്നത്, എല്ലാം പറഞ്ഞൊതുക്കിയതല്ലേ, വീണ്ടും എന്താ പ്രശ്നം, കത്തിച്ചു വിടരാന്ന് പറയുമ്പോഴേക്കും സുധീഷും സുഭാഷേട്ടനും ഹരീഷും പുറകെ വരുന്നത് കാണെ അവനും ആശ്വാസമാവുകയാ. അങ്ങനെ അവർ ആ വണ്ടിയെ പിന്തുടർന്ന് ബ്ലോക്ക് ചെയ്ത് നിർത്തുമ്പോഴേക്കും അരുണിന്റെ ആൾക്കാരും വണ്ടിയിൽ നിറങ്ങി വന്ന് അവരുമായി അടിയുണ്ടാക്കുകയാ. സമയത്ത് നികേഷ് വണ്ടിയിലേക്ക് കയറി സുധീഷിന്റെ കെട്ടഴിച്ചു വിടുന്നുണ്ട്. വീണ്ടും അവർ 3 പേരും കൂടി അവരെല്ലാം അടിച്ചു വീഴ്ത്തിക്കൊണ്ട് അവരുടെ നേതാവിനെ പിടികൂടി
ചോദ്യം ചെയ്ത് വീണ്ടും പൊതിരെ തല്ലുമ്പോഴേക്കും സുധീഷും അടി നിർത്താനായി പറഞ്ഞ് അവനോടായി, എന്തിനാടാ എന്റെ കയ്യിലെ ക്യാഷ് അടിച്ചു മാറ്റിയത്? ഞാൻ അതുവഴി ക്യാഷുമായി പോകുന്നുണ്ടെന്ന് ആരാ നിന്നെ അറിയിച്ചത്? മര്യാദയ്ക്ക് പറഞ്ഞോ എന്ന് പറഞ്ഞ് അടിക്കാൻ തുടങ്ങുമ്പോഴേക്കും അത് രാജീവും അരുണുമാണെന്ന് അയാളും തുറന്നു പറയുകയാ. പിന്നീട് രാവിലെ ആകുമ്പോ ഹേമ സിറ്റൗട്ടിലേക്ക് വന്ന് പത്രം എടുക്കുമ്പോഴാണ് ഇരുന്ന് ആരോ പത്രം വായിക്കുന്നത് കാണുന്നത്. ആരാടാ നീ രാവിലെ തന്നെ സിറ്റൗട്ടിൽ വന്ന് കയറിയിരിക്കുന്നത്? ആരാണെന്ന് ചോദിച്ചു കേട്ടില്ലേ? ആരാ നീ എന്ന് ഹേമ ചോദിക്കുമ്പോഴേക്കും തിരിഞ്ഞു നോക്കിയ ആളെ കണ്ട് പരിഭ്രമത്തോടെ നിൽക്കുന്ന ഹേമയുടെ കയ്യിൽ നിന്ന് ആ പാലും പത്രവും താഴേക്ക് വീഴുകയാ. സുധീഷ് ആയിരുന്നു അത്. രാജീവേട്ടാന്ന വിളിയോടെ ഹേമ അകത്തേക്ക് ഓടിയെത്തുമ്പോഴേക്കും ചായയുമായി വരികയായിരുന്ന സാന്ദ്രയെ തട്ടി അവളുടെ കയ്യിൽ നിന്ന് കപ്പെല്ലാം താഴെ വീഴുന്നുണ്ട്. എന്തു പറ്റിയമ്മേ? എന്തിനാ ഇങ്ങനെ പേടിച്ചെന്ന് സാന്ദ്ര ചോദിക്കുമ്പോഴേക്കും അവിടെ എന്ന് പരിഭ്രമത്തോടെ പറഞ്ഞ് അരുൺ എവിടെയെന്ന് ഹേമ ചോദിക്കുന്നുണ്ട്. അരുണിനെ വിളിച്ചിട്ട് വായെന്ന് ഹേമ പറയുമ്പോഴേക്കും സാന്ദ്രയും അരുണിനെ വിളിക്കാനായി ഓടുകയാണ്. ഹേമ ചെന്ന് രാജീവിനെ കാട്ടി വിളിക്കുമ്പോഴേക്കും രാജീവും പുറത്തേക്ക് ഇറങ്ങി വരികയാണ്. എന്തു പറ്റിയെന്ന് രാജീവ് ചോദിക്കുമ്പോഴേക്കും ഹേമ രാജീവിനെയും കൊണ്ട് ഡൈനിങ് ഹാളിലേക്ക് എത്തുകയാ. അപ്പോഴേക്കും സാന്ദ്രയും അരുണിനെയും കൂട്ടിക്കൊണ്ട് അങ്ങോട്ടെത്തുന്നുണ്ട്. അവിടെയുള്ള ബഹളമെല്ലാം കേട്ടുകൊണ്ട് നിധിയും അങ്ങോട്ടെത്തുകയാണ്. പരിഭ്രമത്തോടെ മുൻവശത്തേക്ക് ചൂണ്ടിക്കൊണ്ട് അങ്ങോട്ട് നോക്കെന്ന് ഹേമ രാജീവിനോടായി പറയുമ്പോഴേക്കും അങ്ങോട്ട് നടന്നു വരുന്ന സുധീഷിനെ കണ്ട് നിധിയും അമ്പരപ്പോടെ നോക്കി നിൽക്കുകയാ. അവൾ സുധീഷ് എന്ന് വിളിച്ച് അവന്റെ അടുത്തേക്ക് ഓടി ചെല്ലുമ്പോഴേക്കും അരുൺ സുധീഷിന്റെ അരികിലേക്ക് ചെന്ന് അവന്റെ കോളറിനിട്ട് പിടിച്ചോണ്ട്, ഞങ്ങളുടെ ക്യാഷുമായി നീ എങ്ങോട്ടാടാ ഓടിപ്പോയത്? പറയടാ എന്ന് പറയുമ്പോഴേക്കും എങ്ങനെ ഇവൻ രക്ഷപ്പെട്ടെന്ന് രാജീവും ഹേമയോടായി പിറുപിറുക്കുന്നു. പറയടാ, നിന്നോടല്ലേ പറഞ്ഞതെന്ന് അരുൺ ദേഷ്യത്തോടെ പറയുമ്പോഴേക്കും രാജീവും അവരുടെ അടുത്തേക്ക് ചെന്ന്, അരുണെ കൈ എടുക്കടാ എന്ന് പറഞ്ഞ് അവന്റെ കൈ വിടുവിച്ചുകൊണ്ട് വന്ന ഉടനെ ചോദ്യം ചെയ്യുന്നു. അവൻ പണം തട്ടിയെടുത്തിരുന്നെങ്കിൽ അവൻ ഇവിടെ വന്ന് നിൽക്കുവോ? ഒന്ന് സമാധാനമായിരിക്കെ. സുധീഷ് നമ്മളെ തേടി ഇങ്ങോട്ട് വന്നതല്ല, വേറെ എന്തോ നടന്നിട്ടുണ്ട്. സുധീഷ് ഒരു തെറ്റും ചെയ്തിട്ടുണ്ടാവില്ല. ഒന്ന് സമാധാനമായിരിക്കെ, ഞാൻ കാര്യങ്ങൾ ചോദിച്ച് മനസ്സിലാക്കാമെന്ന് പറഞ്ഞ് സുധീഷിനോടായി, സുധീഷേ നിന്നെ കാണാഞ്ഞ് വീട്ടിലാകെ പ്രശ്നമായി. ഇപ്പൊ നിന്നെ ജീവനോടെ കണ്ടപ്പോഴാ ഞങ്ങൾക്ക് സമാധാനമായത്. എന്താ ഉണ്ടായത് സുധീഷ് എന്ന രാജീവിന്റെ ചോദ്യം കേൾക്കെ സുധീഷ് ഒന്നും ഇടാതെ ദേഷ്യത്തോടെ നോക്കി നിൽക്കുകയാ. നിധിയും അവന്റെ അരികിലേക്ക് ചെന്ന് ടെൻഷനോടെ, ഞാൻ ഫോൺ വിളിച്ചപ്പോ എന്താ ഫോൺ സ്വിച്ച് ഓഫ് ചെയ്ത് വെച്ചത്? എത്ര തവണ ഞാൻ മൊബൈലിൽ ട്രൈ ചെയ്തു. എവിടെയാണെന്നോ എന്ത് ചെയ്യുകയാണെന്നോ ഒന്ന് വിളിച്ചു പറയാൻ തോന്നിയില്ലേ? എന്താ ഉണ്ടായത്? ആ ക്യാഷും ഗോൾഡും ഒന്നും സുധീഷ് എടുത്തിട്ടില്ലല്ലോ എന്ന് നിധി ടെൻഷനോടെ ചോദിക്കുമ്പോഴേക്കും ഇല്ലെന്നവൻ തലയാട്ടുകയാണ്. പിന്നെ എന്താ സുധീഷ് തിരികെ വരാതിരുന്നത്? സുധീഷ് ആ പണവുമായി കടന്നു കളഞ്ഞെന്ന് ഇവിടെ എല്ലാരും പറഞ്ഞു. ഞാൻ എത്ര ടെൻഷനായി എന്നറിയോ? ഒരു കോൾ ചെയ്ത് എവിടെയുണ്ടെന്നൊന്ന് പറഞ്ഞുകൂടായിരുന്നു സുധീഷിന്? ഇത്രയും സമയം എവിടെയായിരുന്നു എന്ന് നിധി കരച്ചിലോടെ ചോദിക്കുമ്പോഴേക്കും സുധീഷ് ദേഷ്യത്തോടെ അരുണിനെയും രാജീവിനെയും ഹേമയും എല്ലാം ഒന്ന് നോക്കിക്കൊണ്ട് സങ്കടത്തോടെ നിൽക്കുന്ന നിധിയോടായി, ഇവിടെ നിന്ന് ഞാൻ ഇറങ്ങി കുറച്ചു സമയം കഴിഞ്ഞപ്പോ തന്നെ റോഡിൽ ഒരു വയസ്സായ ആൾ കൈ കാണിച്ച് വണ്ടി നിർത്തിച്ചു. എന്തോ ആക്സിഡന്റ് നടന്ന പോലെ തോന്നി. അതുകൊണ്ട് സഹായിക്കാമെന്ന് കരുതി ഞാൻ വണ്ടിയിൽ നിന്ന് ഇറങ്ങി. പെട്ടെന്ന് ഇവിടെ നിന്നോ 5-6 ആളുകൾ വന്ന് എന്നെ അടിച്ചു വീഴ്ത്തി വണ്ടിയിലുണ്ടായിരുന്ന ആ ബാഗുമായി കടന്നു കളഞ്ഞു. ഞാനത് തടയാൻ ശ്രമിച്ചെങ്കിലും 2 പേർ ആ ബാഗുമായി രക്ഷപ്പെട്ടു. ബാക്കിയുള്ളവർ എന്നെ പിടിച്ചുകെട്ടി എന്റെ കാറിൽ തന്നെ കയറ്റി ഒരു ഗോഡൌണിൽ കൊണ്ടുചെന്ന് കെട്ടിയിട്ടു. എനിക്കൊന്നും മനസ്സിലാവുന്നുണ്ടായിരുന്നില്ല. എന്റെ കയ്യിൽ നിന്ന് ക്യാഷ് തട്ടിക്കൊണ്ടുപോയവരാര്, എന്നെ അവിടെ കൊണ്ടുപോയി കെട്ടിവെച്ചതാര് എന്നൊന്നും എനിക്കറിയില്ലായിരുന്നു. രക്ഷപ്പെടാൻ താൻ ഒരുപാട് ശ്രമിച്ചെങ്കിലും കഴിഞ്ഞില്ല. എന്തിനു വേണ്ടിയാ എന്നെ പിടിച്ചുകൊണ്ടുപോയതെന്നോ എന്നെ കെട്ടിയിട്ടതെന്നോ എനിക്ക് മനസ്സിലായില്ല. പിന്നീട് രാത്രിയാവുമ്പോ എന്നെ അവിടുന്ന് വേറെ സ്ഥലത്തേക്ക് കൊണ്ടുപോവുകയായിരുന്നു. അതിനിടയിൽ അവരുടെ പിടിയിൽ നിന്നും രക്ഷപ്പെട്ട ഞാൻ ഇപ്പോൾ ഇവിടെ എത്തിയത് എന്നൊക്കെ സുധീഷ് കഥ വിവരിക്കുന്നത് കേട്ട രാജീവും, നല്ല കാര്യം, ഞാനാണത് ചെയ്യിച്ചതെന്ന് അവന് മനസ്സിലായിട്ടില്ല എന്ന ആശ്വാസത്തോടെ വിചാരിക്കുമ്പോഴേക്കും സുധീഷും ഒരു നിമിഷം ദേഷ്യത്തോടെ അദ്ദേഹത്തെ തന്നെ നോക്കി നിൽക്കുകയാ. നിധിയും ടെൻഷനോടെ സുധീഷിനോടായി, സുധീഷിനൊന്നും പറ്റിയില്ലല്ലോ എന്ന് ചോദിക്കുമ്പോഴേക്കും ഇല്ലെന്നവൻ തലയാട്ടുന്നുണ്ട്. അവൾ ദേഷ്യത്തോടെ അച്ഛനെ നോക്കിക്കൊണ്ട് അച്ഛനോടായി, ഞാൻ പറഞ്ഞതല്ലേ സുധീഷ് അങ്ങനെ ചെയ്യില്ലെന്ന് ഞാൻ പറഞ്ഞതല്ലേ, സുധീഷ് അങ്ങനെയുള്ള ഒരാളല്ലെന്ന് ഞാൻ പറഞ്ഞതല്ലേ, കേട്ടോ നിങ്ങൾ? എന്തൊക്കെയാ നിങ്ങൾ പറഞ്ഞത്? ഇതാ സുധീഷ് വന്ന് നിൽക്കുന്നു, ഇപ്പൊ എന്താ പറയാനുള്ളത് എന്ന് നിധി ചോദിക്കുമ്പോഴേക്കും, നിധി അത് വിട്ടേക്ക്, ആദ്യം സുധീഷിനെ കൊണ്ടുപോയി റെസ്റ്റ് ചെയ്യിക്ക്, ആകെ ക്ഷീണിച്ചാണ് വന്നിരിക്കുന്നതെന്ന് പറഞ്ഞ് അവനോട് ഇരിക്കാനായി പറയുമ്പോഴേക്കും നിധിയും അവനെ ആ സോഫയിലേക്ക് ഇരുത്തുകയാണ്. സാന്ദ്ര വെള്ളവുമായി വരുമ്പോഴേക്കും നിധി അവന് വാങ്ങി കൊടുക്കുകയാ. അവൻ അത് വാങ്ങി കുടിച്ചുകൊണ്ട് ദേഷ്യത്തോടെ രാജീവിനെ നോക്കുമ്പോഴേക്കും അരുണും നിധിയുടെ അരികിലേക്ക് വന്ന്, നിധി അവൻ എന്തോ നുണ പറഞ്ഞുണ്ടാക്കിയതാ, അവനെ വിശ്വസിക്കരുത്, അവൻ എന്തൊക്കെ നുണകളാ പറഞ്ഞത്. ഗുണ്ടകൾ വന്ന് അവന്റെ ക്യാഷുമായി പോയി അവനെ കെട്ടിയൊരിടത്ത് കൊണ്ടുപോയിട്ടു. ഇതൊന്നും വിശ്വസിക്കരുത്, ആ ക്യാഷ് ഇവൻ തന്നെ എടുത്ത് നമ്മളോടെല്ലാം ഒരു കഥ മെനഞ്ഞുണ്ടാക്കുക എന്നൊക്കെ അരുൺ പറയുമ്പോഴേക്കും ഇവൻ ഇതെല്ലാം കുളമാക്കുമല്ലോ എന്ന് മനസ്സിൽ പറഞ്ഞുകൊണ്ട് രാജീവും അരുണിനോടായി, അരുണെ സുധീഷ് എന്തിനു നുണ പറയണം? അവൻ ഇങ്ങോട്ട് വന്നത് കണ്ടില്ലേ? അതിൽ നിന്ന് മനസ്സിലായില്ലേ അവന്റെ മേൽ ഒരു തെറ്റുമില്ലെന്ന്? അവനെല്ലാം പറഞ്ഞതല്ലേ, മിണ്ടാതിരിക്കെന്ന് രാജീവ് പറയുമ്പോഴേക്കും അച്ഛൻ എന്താ ഈ പറയുന്നത്? ഗുണ്ടകൾ വന്ന് പണവും തട്ടിക്കൊണ്ട് പോയെന്ന് പറയുന്നു. ഇവ മാത്രമല്ല ഇപ്പോൾ ഇങ്ങെത്തിയുള്ളൂ. പക്ഷേ ആ ക്യാഷ് എവിടെ?
ഇവനെ രക്ഷിച്ചവർക്ക് ആ പണം കണ്ടെത്താനായില്ല. ഈ കഥയൊന്നും എനിക്ക് വിശ്വസിക്കാനാവില്ല. പണവുമായി മുങ്ങിയിട്ട് ഇപ്പോ ഏതോ കഥയുമായി തിരിച്ചു വന്നിരിക്കുക. എന്നരുൺ കുറ്റപ്പെടുത്തുമ്പോഴേക്കും നിധിയും ദേഷ്യത്തോടെ, നിങ്ങൾ എന്തൊക്കെയാ സുധീഷിനെ പറ്റി പറഞ്ഞത്? മോഷ്ടിച്ചോണ്ട് പോയി കള്ളന്മാരുടെ കുടുംബം ഇപ്പോ അതാ നിങ്ങളുടെ മുന്നിൽ വന്നിരിക്കുന്നു. ഇതിൽ കൂടുതൽ നിങ്ങൾക്ക് എന്താ വേണ്ടത്? ഇനിയും സുധീഷിനെ കള്ളനെന്ന് വിളിക്കരുതെന്ന് നിധി പറയുമ്പോഴേക്കും, ഞാൻ അവനെ വെറുതെ വിടാം, പക്ഷേ ആ സ്വർണവും പണവും എല്ലാം എവിടെയെന്ന് അവൻ പറയട്ടെ, അപ്പോൾ ഞാൻ അവനെ വെറുതെ വിട്ടോളാമെന്ന് അരുണും പറയുന്നുണ്ട്. അത് കേൾക്കെ സുധീഷും സോഫയിൽ നിന്ന് എഴുന്നേറ്റുകൊണ്ട്, ഇപ്പൊ എന്താ വേണ്ടത്? നിങ്ങൾ കൊടുത്തുവിട്ട ക്യാഷും ഗോൾഡും എല്ലാം എവിടെയാണെന്ന് അറിയണം, അത്രയല്ലേ വേണ്ടൂ. ഇപ്പൊ വരാമെന്ന് പറഞ്ഞ് സുധീഷ് പുറത്തേക്കും പോകുമ്പോഴേക്കും പരിഭ്രമത്തോടെ രാജീവും അരുണിനെ തന്റെ അടുത്തേക്ക് വിളിക്കുക. വിവരമില്ലാത്തവനെ, എങ്ങനെയോ അവൻ അവിടുന്ന് രക്ഷപ്പെട്ടു. വേറെ എന്തോ നടന്നിട്ടുണ്ട്, അല്ലാതെ ഇത്ര ധൈര്യത്തിൽ അവൻ ഇവിടെ വന്നിരിക്കുവോ? നമ്മളാണിത് ചെയ്തതെന്ന് അവൻ അറിയില്ല. നീ ഇനി ഓരോന്ന് പറഞ്ഞ് അവനിൽ സംശയമുണ്ടാക്കേണ്ട. ഒന്നും മിണ്ടാതിരിക്കുന്ന പതിയെ പറയുമ്പോഴേക്കും സുധീഷ് സുഭാഷിനെയും നികേഷിനെയും കൂട്ടിക്കൊണ്ട് അങ്ങോട്ടെത്തുകയാ. അവരെ കാണേ അമ്പരപ്പോടെ സുഭാഷേട്ടനും നികേഷും, നിങ്ങൾ എന്താ ഇവിടെ എന്ന് നിധി ചോദിക്കുക. കാര്യം താൻ പറഞ്ഞു തരാമെന്ന് പറഞ്ഞ് സുധീഷ് നടന്ന സംഭവങ്ങളെല്ലാം നിധിയോട് വിവരിക്കുന്നുണ്ട്. തന്നെ അവർ ആ ഗോഡൌണിൽ കെട്ടിയിട്ട സമയത്ത് പുറത്തേക്ക് പോയ അവരുടെ മൊബൈൽ താഴോട്ട് വീണെന്നും താൻ അതെടുത്ത് സുഭാഷേട്ടനെ വിളിച്ച് കാര്യങ്ങളെല്ലാം പറഞ്ഞു. തന്റെ ഓർമ്മയിലുള്ള വഴിയും പറഞ്ഞു കൊടുത്തു. പക്ഷെ അവർ തിരികെ വന്ന് ആ മൊബൈൽ കണ്ടെടുത്ത് താൻ ആരെയോ വിളിച്ചിട്ടുണ്ടെന്ന് മനസ്സിലാക്കി തന്നെ അവിടുന്ന് വേറൊരു സ്ഥലത്തേക്ക് മാറ്റാനായി തീരുമാനിച്ചു. എന്റെ കഥ അതോടെ തീർന്നെന്ന് ഞാനും കരുതിയതാ. അങ്ങനെ അവർ തന്നെയും കൊണ്ട് പോകവേ അവരുടെ വണ്ടി എതിരെ വന്ന ഹരീഷിന്റെ വണ്ടിയുമായി ചെറിയൊരു ആക്സിഡന്റ് ഉണ്ടായി. ഞാൻ ആ വണ്ടിയിലുള്ളത് സുഭാഷ് ഏട്ടനും നികേഷും കണ്ടു. അങ്ങനെ ആ ഗുണ്ടകളുമായി അടിയുണ്ടാക്കി അവരെ പറത്തിവിട്ട് എന്നെ രക്ഷിച്ചെന്ന് സുധീഷ് പറഞ്ഞു നിർത്തുമ്പോഴേക്കും ദേഷ്യത്തോടെ രാജീവും, ആരാവന്മാരെ, അവരെ എന്റെ കയ്യിൽ കിട്ടിയാൽ ഞാൻ വെറുതെ വിടില്ലെന്ന് പറയുമ്പോഴേക്കും, കിടന്ന് തിളയ്ക്കാതെ ഞാൻ കഥ മുഴുവൻ പറഞ്ഞു തീരട്ടെ എന്ന് സുധീഷും. അവൻ ഹരീഷ് എന്ന് വിളിക്കുമ്പോഴേക്കും ഹരീഷും അവർ പിടികൂടി ചോദ്യം ചെയ്ത ആ ഗുണ്ടകളുടെ നേതാവുമായി അങ്ങോട്ട് വരികയാ. അവനെ ചൂണ്ടി എന്നെ തട്ടിക്കൊണ്ടുപോയവൻ ഇവനാണെന്ന് സുധീഷ് രാജീവനോടായി പറയുമ്പോഴേക്കും രാജീവ് ദേഷ്യത്തോടെ, ഇവനോ എന്ന് ചോദിച്ച് അവന്റെ അരികിലേക്ക് ചെന്ന് അവനെ ചോദ്യം ചെയ്ത് കർണത്തടിച്ച് തകർത്ത് അഭിനയിക്കുകയാണ്. അപ്പോഴേക്കും സുഭാഷ് അവനെ പിടിച്ചു മാറ്റുകയാ. സുഭാഷ് ദേഷ്യത്തോടെ തന്നെ നോക്കി നിൽക്കുന്നത് കണ്ട് എന്തു പറ്റിയെന്ന് രാജീവ് ചോദിക്കുന്നുണ്ട്. നിങ്ങളുടെ വാക്ക് വിശ്വസിച്ചല്ലേ അവരെ ഞാൻ ഇങ്ങോട്ട് അയച്ചത്, എന്നിട്ട് ഇങ്ങനെ ചെയ്തല്ലോ. എല്ലാം മറന്ന് എന്റെ വീട്ടിലേക്ക് വന്ന് ഫുഡ് കഴിച്ച് ഒരു ദിവസം അവിടെ താമസിച്ച് നിധിയെയും സുധീഷിനെയും കൂട്ടിക്കൊണ്ടു പോയി. നിങ്ങളെ വിശ്വസിച്ചല്ലേ ഞാനും അവരെ നിങ്ങളുടെ കൂടെ പറഞ്ഞയച്ചത് എന്നൊക്കെ സുഭാഷ് പറയുമ്പോഴേക്കും, സുഭാഷ് ഏട്ടൻ എന്തിനാ അയാളോട് കഥ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്? സുധീഷ് ഏട്ടനെ ഇല്ലാതാക്കാനായിരുന്നില്ല ഇയാളുടെ പ്ലാൻ. ഇതിനെന്ത് ന്യായം അയാൾക്ക് പറയാനുള്ളതെന്ന് ഹരീഷും ചോദിക്കുന്നുണ്ട്. ഇവൾക്ക് നിധിയും എന്താ പറഞ്ഞത്? സുധീഷിനെ ഇല്ലാതാക്കാനോ? ഹരീഷ് എന്താ പറഞ്ഞത്? എനിക്കൊന്നും മനസ്സിലാവുന്നില്ലെന്ന് നിധി പറയുമ്പോഴേക്കും നികേഷും പറയുന്നുണ്ട്, ഏട്ടത്തിയുടെ അച്ഛനാണ് എല്ലാത്തിനും കാരണമെന്ന്. ഇയാളാണ് ആളുകളെ വിട്ട് സുധീഷ് ഏട്ടന്റെ വണ്ടി തടഞ്ഞ് സുധീഷ് ഏട്ടനെ പിടിച്ചുകൊട്ടിക്കൊണ്ടുപോയി അതിലുള്ള ക്യാഷുമായി പോയത് എന്നവൻ പറയുന്നത് കേൾക്കെ അക്കാര്യം വിശ്വസിക്കാനാവാതെ അമ്പരപ്പോടെ തന്റെ അച്ഛനെ നോക്കി നിൽക്കുകയാണ് നിധിയും. അച്ഛനോ എന്നവൾ വീണ്ടും സംശയത്തോടെ ചോദിക്കെ, അതെ ഏട്ടത്തി, സുധീഷ് ഏട്ടനെ ഏട്ടത്തിയുടെ ജീവിതത്തിൽ നിന്ന് ഇല്ലാതാക്കണം, അതിനാണ് ഇങ്ങനെ ഒരു പ്ലാൻസ് നടത്തിയത്. ഇപ്പൊ കണ്ടുപിടിച്ചപ്പോ തകർത്ത് അഭിനയിക്കുകയാ. ആക്സിഡന്റ് നടന്നില്ലായിരുന്നെങ്കിൽ ഞങ്ങൾക്ക് സുധീഷ് ഏട്ടനെ കണ്ടുപിടിക്കാൻ കഴിയുമായിരുന്നോ? സുധീഷ് ഏട്ടൻ ഇപ്പോ ജീവനോടെ ഉണ്ടാവില്ലായിരുന്നു എന്ന് നികേഷും പറയുന്നുണ്ട്. അത് കേൾക്കെ നിധിയും ദേഷ്യത്തോടെയും സങ്കടത്തോടെയും തന്റെ അച്ഛനെ നോക്കിക്കൊണ്ട്, ഇവർ പറഞ്ഞതെല്ലാം സത്യമാണോ? നിങ്ങളാണോ ഇതെല്ലാം ചെയ്തത്? പറ അച്ഛ എന്ന് പറയുമ്പോഴേക്കും നിധി, അങ്ങനെയൊന്നുമില്ല, ഇവർ കള്ളം പറയുകയാ. അച്ഛൻ ഇങ്ങനെയൊക്കെ ചെയ്യുമെന്ന് നീ പറ എന്ന് രാജീവ് ചോദിക്കുമ്പോഴേക്കും, ഓ അപ്പോ അന്ന് എന്നെ കാറിൽ വെച്ച് ഭീഷണിപ്പെടുത്തിയത് എന്തിനാണെന്ന് സുധീഷും ചോദിക്കുന്നുണ്ട്. അത് കേൾക്കെ നിധിയും സംശയത്തോടെ, ഭീഷണിയോ ചോദിക്കുമ്പോഴേക്കും പറയട്ടെ എന്ന് സുധീഷ് രാജീവിനോടായി ചോദിക്കുന്നുണ്ട്. രാജീവ് അവനെ തടയുമ്പോഴേക്കും, നിങ്ങൾ എന്തോ പ്ലാനുമായ ഞങ്ങളെ ഇങ്ങോട്ട് കൊണ്ടുവന്നതെന്ന് എനിക്ക് നന്നായി അറിയാമായിരുന്നു, പക്ഷേ ഇങ്ങനെ മൊത്തമായി ഇല്ലാതാക്കാനുള്ള ഒരു പദ്ധതിയാണെന്ന് മനസ്സിലായില്ല എന്ന് സുധീഷ് പറയുമ്പോഴേക്കും നിധി, ഇവനെ വിശ്വസിക്കരുത്, നിന്നെയും ഞങ്ങളെയും തമ്മിൽ വേർപിരിക്കാനാ ഇവൻ ഉദ്ദേശിക്കുന്നത്, ഇവന് വിശ്വസിക്കരുത്, നീ മുകളിലേക്ക് പോ, ഞാൻ ഇവരെയെല്ലാം കൈകാര്യം ചെയ്തോളാം എന്ന് പറഞ്ഞ് ഹേമയോടായി നിധിയെ മുകളിലേക്ക് കൂട്ടിക്കൊണ്ടു പോവാൻ പറയുന്നുണ്ട്. ഹേമയും അവളുടെ അരികിലേക്ക് ചെന്ന്, അച്ഛനെല്ലാം നോക്കിക്കോളാമെന്ന് പറഞ്ഞില്ലേ, നീ മുകളിലേക്ക് വാ എന്ന് പറഞ്ഞു പിടിക്കുമ്പോഴേക്കും നിധി ദേഷ്യത്തോടെ അച്ഛനെ തന്നെ നോക്കി നിൽക്കുക. അത് കാണെ അദ്ദേഹം അരുണിനോടും നിധിയും കൂട്ടിക്കൊണ്ട് മുകളിലേക്ക് പോയെന്ന് പറയുമ്പോഴേക്കും അരുൺ ചെന്ന് നിധിയുടെ കൈ പിടി, അതെല്ലാം അച്ഛൻ നോക്കിക്കോളും, നീ വാ എന്ന് പറഞ്ഞു വിളിക്കുമ്പോഴേക്കും അവളും ദേഷ്യത്തോടെ അവരുടെ രണ്ടുപേരുടെയും കൈ തട്ടിത്തെറിപ്പിക്കുക. അവൾ ദേഷ്യത്തോടെ തന്റെ അച്ഛന്റെ അരികിലേക്ക് എത്തുമ്പോഴേക്കും, ഞാൻ പറയുന്നത് കേൾക്ക് നിധി, ഇവന് വിശ്വസിക്കരുത്, ഞാനല്ലേ മോളെ പറയുന്നത് കേൾക്കെന്ന് പറഞ്ഞ് അവളുടെ തോളത്ത് കൈവയ്ക്കുമ്പോഴേക്കും അവളും ആ കൈ തട്ടി തെറിപ്പിക്കുക. അവൾ ദേഷ്യത്തോടെ, അച്ഛൻ നിങ്ങളെ ഭീഷണിപ്പെടുത്തിയോ എന്ന് സുധീഷിനോടായി ചോദിക്കുമ്പോഴേക്കും രാജീവ് തന്നെയെന്ന് കാറിൽ വെച്ച് ഭീഷണിപ്പെടുത്തിയതും വീട്ടിൽ വന്ന സമയത്തും ഭീഷണിപ്പെടുത്തിയതുമെല്ലാം നിധിയോട് പറയുന്നുണ്ട്. പിന്നീട് നിധിയുടെ വീട്ടിലെത്തിയ സമയത്തും ഒരുപാട് ടോർച്ചർ ചെയ്തു. നിധി സന്തോഷമായിരിക്കുന്നല്ലോ എന്ന ഒറ്റ കാരണത്താൽ താൻ അക്കാര്യം മൈൻഡ് ചെയ്തില്ലെന്നും സുധീഷ് പറയുന്നുണ്ട്. കേട്ടത് വിശ്വസിക്കാനാവാതെ നിധിയും ടെൻഷനോടെ, ഇവിടെ വെച്ചും അപമാനപ്പെടുത്തിയോ?
എങ്ങനെയെന്ന് ചോദിക്കുമ്പോഴേക്കും സുധീഷും നടന്ന കാര്യങ്ങളെല്ലാം വിവരിക്കുന്നുണ്ട്. അപ്പോഴേക്കും രാജീവും നിർത്തട എന്ന് സുധീഷിനോടായി പറഞ്ഞ് ഇവൻ പറയുന്നതൊന്നും വിശ്വസിക്കരുത്. അങ്ങനെയാണെങ്കിൽ ഞാനും പറയും എന്റെ സ്വത്ത് തട്ടിയെടുക്കാനും എന്റെ മോളെ എന്നിൽ നിന്ന് അകറ്റാനുമായിരുന്നു ഇവന്റെ പ്ലാൻ എന്ന്. വായിൽ വരുന്നത് എന്തും വിളിച്ചു പറയുമെന്നാണോ? ഞാൻ ഇവനെ കൊല്ലാൻ ശ്രമിച്ചു എന്നതിന് എന്തെങ്കിലും തെളിവുണ്ടോ? തെളിവുണ്ടെങ്കിൽ കാണിക്കെന്ന് രാജീവ് പറയുമ്പോഴേക്കും തെളിവുണ്ടെന്ന് പറഞ്ഞ് ഹരീഷും ആ ഗുണ്ടാ നേതാവിനെ രാജീവിന്റെ മുന്നിലേക്ക് ഇടുന്നുണ്ട്. അവനെ ഭീഷണിപ്പെടുത്തി നിങ്ങൾ ചോദിച്ച തെളിവ് ഇവൻ തരുമെന്ന് പറയുമ്പോഴേക്കും അവനും രാജീവാണ് തന്നെ ഈ കാര്യങ്ങളെല്ലാം ഏൽപ്പിച്ചതെന്ന സത്യം തുറന്നു പറയുന്നുണ്ട്. അത് കേൾക്കെ സുധീഷും നിധിയോടായി ഇവന്റെ കൂടെയുള്ളവരെല്ലാം ഓടിപ്പോയി. ഇവനെ കിട്ടിയില്ലായിരുന്നെങ്കിൽ നിധിയുടെ അച്ഛൻ ഞാനാണത് ചെയ്തതെന്നും പറഞ്ഞ് നല്ല അഭിനയം കാഴ്ചവെച്ചേനെ, നിന്നെ വിശ്വസിപ്പിച്ചേനെ എന്ന് പറയുമ്പോഴേക്കും നിധി ഞാൻ പറയുന്നത് എന്ന് രാജീവ് നിധിയോടായി പറയാൻ തുടങ്ങുമ്പോഴും മതി എന്ന് പറഞ്ഞ് അവൾ അച്ഛനെ തടയുന്നുണ്ട്. നിങ്ങളൊരു മനുഷ്യനാണോ? എങ്ങനെ ഇങ്ങനെയെല്ലാം ചെയ്യാൻ കഴിയുന്നു? നിങ്ങളെ ഞാൻ എന്തുമാത്രം വിശ്വസിച്ചു? നിങ്ങൾക്ക് എന്നോടുള്ള സ്നേഹം കൊണ്ടാണ് നിങ്ങളെ തേടി വന്നതെന്നോർത്ത് എന്തുമാത്രം സന്തോഷിച്ചു. നിങ്ങൾക്ക് എന്നെ ഈ വീട്ടിൽ അടച്ചിടണം, അതല്ലേ നിങ്ങളുടെ പ്ലാൻ? എനിക്ക് വിശ്വസിക്കാൻ കഴിയുന്നില്ല. എല്ലാവരും ഒരുപോലെ ഞാൻ പറയുന്നത് വിശ്വസിക്കാതെ സുധീഷിന്റെ മേൽ കുറ്റം ചുമത്തിയപ്പോൾ തന്നെ എനിക്ക് സംശയമുണ്ടായിരുന്നു എന്ന് നിധി പറയുമ്പോഴേക്കും അരുണും നിധി അച്ഛൻ എന്ത് ചെയ്താലും അത് നിന്റെ നല്ലതിനു വേണ്ടിയായിരിക്കും. കുപ്പത്തോട്ടിയിൽ ജീവിതം ജീവിച്ചു തീർക്കാനാണോ നിന്റെ പ്ലാൻ? നീ ഇവിടെ കഴിഞ്ഞ 4 ദിവസം എത്ര സന്തോഷവതിയായിരുന്നു. അതൊന്ന് ആലോചിച്ചു നോക്ക്. അവിടെ പോയി ഇനിയും എന്തിനു കഷ്ടപ്പെടണം എന്നവൻ ചോദിക്കുമ്പോഴേക്കും നിധി അവന്റെ ബാൻഡേജ് വെച്ച് കെട്ടിയ കാലിലേക്ക് നോക്കിക്കൊണ്ട് കാലിന് നല്ല പെയിൻ ആയിരുന്നല്ലോ, ഞൊണ്ടിയല്ലേ നടന്നിരുന്നത്. അച്ഛൻ എന്നെ റൂമിലേക്ക് കൂട്ടിക്കൊണ്ടുപോകാൻ പറഞ്ഞപ്പോ പെട്ടെന്ന് ഓടി വന്ന് എന്റെ കൈ പിടിച്ചല്ലോ, അപ്പൊ നല്ലപോലെ നടന്നു വന്നല്ലോ എന്ന് നിധി ചോദിക്കുമ്പോഴേക്കും അല്ല, ഞാൻ ഞൊണ്ടി തന്നെയാ വന്നതെന്ന് അരുണും പറയുന്നുണ്ട്. എടാ ദുഷ്ട, എല്ലാം അപ്പോ ഡ്രാമയായിരുന്നോ? ഇങ്ങനെയുള്ള ആളുകളാണോ നീ? ഇവിടെ താമസിക്കാനേ എനിക്ക് പേടിയാവുന്നു. എങ്ങനെ അഭിനയിക്കാൻ കഴിയുന്നു? ഒരുപക്ഷെ നിങ്ങൾ പറയുന്നത് കേട്ടില്ലെങ്കിൽ എന്നെയും ഇവിടെ കൊന്നു തള്ളില്ലേ നിങ്ങൾ എന്ന് നിധി പറയുമ്പോഴേക്കും നിധി സൂക്ഷിച്ച് സംസാരിക്കുന്ന രാജീവും പറയുന്നുണ്ട്. എന്താ ഞാൻ സൂക്ഷിക്കേണ്ടത്? നിങ്ങളാണ് എന്റെ അച്ഛനെന്ന് പറയാൻ തന്നെ നാണക്കേടാവുക. ഒരു അച്ഛൻ ചെയ്യേണ്ട കാര്യങ്ങളാണോ നിങ്ങൾ ചെയ്യുന്നത്? നിങ്ങളുടെ സ്റ്റാറ്റസ് ആണല്ലോ നിങ്ങൾക്ക് മുഖ്യം. സ്വന്തം മോളുടെ സന്തോഷം നിങ്ങൾക്ക് പ്രധാനമല്ലല്ലേ? നിങ്ങളുടെ ബിസിനസ് പാർട്ട്നേഴ്സിനെയും ബന്ധുക്കളെയും എല്ലാം വിളിച്ച് ഓടിപ്പോയ എന്റെ മോള് തിരികെ വന്നു, അവൾ ഇനി ഇവിടെയാണ് താമസിക്കാൻ പോകുന്നതെന്ന് പറയണം. അതിനു വേണ്ടിയല്ലേ നിങ്ങൾ ഇതെല്ലാം ചെയ്തു കൂട്ടിയതെന്ന് നിധി ചോദിക്കുമ്പോഴേക്കും നിധിയുടെ അടുത്തേക്ക് ചെന്ന് നിധി അച്ഛൻ നിന്റെ നല്ലതിനെന്ന് പറയുമ്പോഴേക്കും എന്റെ അടുത്തേക്ക് വരരുത് എന്ന് നിധിയും ദേഷ്യത്തോടെ പറയുന്നുണ്ട്. ഞാൻ പറയുന്നത് കേൾക്കുന്ന രാജീവ് പറയുമ്പോഴേക്കും അടുത്തേക്ക് വരല്ലേ, നിങ്ങളെ കണ്ടാലേ എനിക്ക് പേടിയാ. നിങ്ങൾ പറഞ്ഞതും വിശ്വസിച്ച് ഈ വീട്ടിലേക്ക് വന്ന് താമസിച്ച എനിക്ക് തന്നെ നാണക്കേടാവുക. മതി, ഇതുവരെ നിങ്ങൾ എനിക്ക് വേണ്ടി ചെയ്തു തന്നത് എല്ലാം മതി. നിങ്ങളെ കാണുന്നത് തന്നെ എനിക്ക് വെറുപ്പാ. അമ്മ അച്ഛൻ ചേട്ടൻ എന്നൊക്കെ പറഞ്ഞ് ഇനി എന്റെ മുന്നിലേക്ക് വന്നു പോവരുത്. ഇനി മുതൽ നമ്മൾ തമ്മിൽ ഒരു ബന്ധവുമില്ലെന്ന് പറഞ്ഞ് നിധി മുകളിലേക്ക് പോയി തന്റെ ബാഗും എടുത്തോണ്ട് വരികയാ. നിധി സുധീഷിനെയും കൂട്ടരെയും വിളിച്ച് പോവാമെന്ന് പറയുമ്പോഴേക്കും നികേഷും എടുത്തി അങ്ങനെ അങ്ങ് പോവല്ലേ, സുധീഷ് ഏട്ടനെ കൊല്ലാൻ നോക്കിയതാ, എല്ലാവരുടെയും പേരിൽ പോലീസ് കംപ്ലൈന്റ് കൊടുക്കണമെന്ന് പറയുമ്പോഴേക്കും സുഭാഷും അതിനെ എതിർത്ത് നിധിയും കൊണ്ട് പടിയിറങ്ങാൻ തുടങ്ങുമ്പോഴേക്കും രാജീവും പിറകിന്ന് വിളിക്കുന്നുണ്ട്. നിധി നീ സൂക്ഷിച്ചോ, ചെയ്യുന്നത് തെറ്റാണ്, ഇതിന് നീ ഒരുപാട് വിഷമിക്കേണ്ടി വരും എന്ന് പറയുമ്പോഴേക്കും 23 വർഷം വളർത്തിയ നിങ്ങളെക്കാളും ഇവരാണ് എന്നെ നന്നായി മനസ്സിലാക്കിയിട്ടുള്ളത്. എനിക്ക് ഒരു വിഷമവും ഉണ്ടാവില്ല. ഞാൻ എവിടെയാണോ താമസിക്കുന്നത് അവിടെ എനിക്ക് സന്തോഷവും സമാധാനവും ഉണ്ടാവും. മരിച്ചാലും ഇനി വീടിന്റെ പടി കയറില്ല. നിങ്ങളും എന്നെ തേടി വരരുതെന്ന് പറഞ്ഞ് അവൾ ആ വീടിന്റെ പടി ഇറങ്ങുകയാണ്. അങ്ങനെ അവർ മുറ്റത്തെത്തുമ്പോഴേക്കും നടന്ന എല്ലാത്തിനും താൻ കൂടിയാണ് കാരണമെന്ന് പറഞ്ഞ് നിധി സുധീഷിനോടായി സോറി പറയുന്നുണ്ട്. അവർ ചെയ്ത തെറ്റിന് നിധി എന്ത് പിഴിച്ചു, അത് വിട്ടേക്കെന്ന് സുധീഷ് പറയുമ്പോഴേക്കും നിധിയും സുഭാഷ് ഏട്ടനോടും കൂട്ടരോടും സോറി പറയുകയാണ്. സോറിയൊന്നും വേണ്ട മോളെ, നിങ്ങൾ രണ്ടുപേരും അബദ്ധമൊന്നും കൂടാതെ രക്ഷപ്പെട്ടല്ലോ, അത് മതി, നമുക്കിവിടെ നിന്ന് പോവാമെന്ന് പറയുമ്പോഴേക്കും സുധീഷും 1 മിനിറ്റ് എന്ന് പറഞ്ഞ് അകത്തോട്ട് കയറി പോവുകയാ. അകത്തേക്ക് കയറി ചെന്ന സുധീഷെ അവിടെ നിൽക്കായിരുന്ന അരുണിന്റെ കവിള താഞ്ഞടിക്കുന്നുണ്ട്. രാജീവ് അലറി വിളിക്കുന്നുണ്ടെങ്കിലും സുധീഷ് അവനെ തടഞ്ഞ് മുഖംമൂടി അണിഞ്ഞു വന്ന് അന്ന് എന്നെ തള്ളി ചതച്ചത് നീയല്ലേടാ, അതിനു വേണ്ടിയാ ഈ അടിയെല്ലാം എന്ന് പറഞ്ഞവനെ ആഞ്ഞടിച്ച് വീഴ്ത്തുമ്പോഴേക്കും രാജീവും അവന് നേരെ കൈ ഉയർത്തുന്നുണ്ട്. സുധീഷും അദ്ദേഹത്തിന്റെ കൈ തടഞ്ഞു വെച്ച് വയസ്സിന് മൂത്തയാളായതുകൊണ്ട് ദേഹത്ത് കൈവയ്ക്കുന്നില്ല എന്ന് പറഞ്ഞ് അദ്ദേഹത്തിന്റെ കൈ തട്ടിമാറ്റുമ്പോഴേക്കും എഴുന്നേറ്റ് വന്ന അരുണും അവനോട് അടികൂടാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും രാജീവ് അവനെ തടയുകയാ. കണക്കെല്ലാം തീർത്തു കഴിഞ്ഞ് സുധീഷും തന്നെ തട്ടിക്കൊണ്ടുപോയ കാറ് താൻ എടുത്തോണ്ട് പോവുകയാണെന്നും ആളെ വിട്ട് വേണമെങ്കിൽ തിരുവനന്തപുരത്ത് വന്ന് എടുക്കെന്നും പറഞ്ഞ് അവിടെ നിറങ്ങി പോവുകയാ. അവൻ മുറ്റത്തേക്ക് ഇറങ്ങി വരുമ്പോഴേക്കും എന്താ വീണ്ടും അടിയുണ്ടാക്കാൻ പോയതാണോന്ന് സുഭാഷ് ചോദിക്കുന്നുണ്ട്. അതൊരു ചെറിയ കണക്കു തീർത്തതാ, നമ്മൾ 5 പേരില്ലേ, വീട്ടിലേക്ക് എങ്ങനെ പോകുമെന്ന് ചിന്തിച്ചോ എന്ന് സുധീഷ് ചോദിക്കുമ്പോഴേക്കും അതേതെങ്കിലും ടാക്സി വിളിച്ച് പോവാമെന്ന് ഹരീഷും പറയുന്നുണ്ട്. അതിന്റെ ആവശ്യം എന്താ, എന്നെ കടത്തിക്കൊണ്ടുപോയ കാർ ഇവിടെ നിൽക്കുന്നില്ലേ, പോവാം, വേണമെങ്കിൽ
ആളെ വിട്ട് കാർ എടുക്കാനായി പറഞ്ഞിട്ടുണ്ടെന്ന് സുധീഷ് പറയുമ്പോഴേക്കും അതൊന്നും വേണ്ടെന്ന് പറഞ്ഞ് സുഭാഷ് തടയുന്നുണ്ടെങ്കിലും നിധി കൂടി നിർബന്ധിക്കുന്നതോടെ അവർ ആ കാറിൽ തിരുവനന്തപുരത്തേക്ക് യാത്ര തിരിക്കുകയാണ്. പിന്നീട് യാത്രക്കിടയിലും നിധി നടന്ന കാര്യങ്ങളെല്ലാം ഓർത്തെടുത്ത് സുഭാഷിനോടും കൂട്ടരോടും സങ്കടത്തോടെ സോറി പറയുമ്പോഴേക്കും അവരും അവളെ ആശ്വസിപ്പിക്കുന്നുണ്ട്. അപ്പോഴാണ് സുധീഷിനെ തേടി തക്കലയിലേക്ക് വരണമെന്ന് നിങ്ങൾക്ക് എങ്ങനെ തോന്നിയെന്ന് നിധി അവരോടായി ചോദിക്കുന്നത്. ഹരീഷാണ് ആ സംശയം പറഞ്ഞതെന്ന് സുഭാഷ് പറയുമ്പോഴേക്കും അവനോട് ഞാൻ നിധിയുടെ അച്ഛൻ ഭീഷണിപ്പെടുത്തിയ കാര്യമെല്ലാം പറഞ്ഞിരുന്നു. അങ്ങനെയാ എന്തോ പന്തികേട് തോന്നി അവൻ എല്ലാവരെയും കൂട്ടിക്കൊണ്ട് തക്കലയിലേക്ക് വന്നതെന്ന് സുധീഷും പറയുന്നുണ്ട്. സുധീഷിന്റെ ക്ഷീണമെല്ലാം കണ്ട് സുഭാഷ് പിറകിലേക്ക് വന്നിരുന്ന് റെസ്റ്റ് ചെയ്യാനായി പറഞ്ഞ് ഹരീഷിനോട് വണ്ടിയെടുക്കാൻ പറയുമ്പോഴേക്കും സുധീഷ് നിധിയെയും റെസ്റ്റ് എടുക്കാനായി പുറകിലേക്ക് വിളിച്ച് അവളുടെ കൂടെ ഇരുന്ന് സന്തോഷത്തോടെ യാത്ര തുടരുകയാ. പിന്നീട് വീട്ടിലെത്തിയ അവർ ഡൈനിങ് ഹാളിലിരുന്ന് റെസ്റ്റ് എടുക്കുമ്പോഴേക്കും നിധിയും ഫ്രഷ് ആയി വരാന്ന് പറഞ്ഞു പോവുകയാ. സുഭാഷും ഫോട്ടോയ്ക്ക് മുന്നിൽ ചെന്ന് തങ്ങളെ രക്ഷിച്ചതിന് ദൈവത്തോട് നന്ദി പറയുക. പിന്നീട് അവർ നടന്ന കാര്യങ്ങളെക്കുറിച്ചൊക്കെ സംസാരിച്ചുകൊണ്ടിരിക്കുക. വീട്ടിലുള്ളവരെല്ലാം സുധീഷിനെ കുറ്റപ്പെടുത്തിയപ്പോഴും നിധി അത് സമ്മതിക്കാതെ സുധീഷിന് വേണ്ടി വാദിച്ചത് അവർ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. നിധി ഫ്രഷായി അങ്ങോട്ട് വരുന്നത്. എന്താ സംസാരിക്കുന്നതെന്ന് നിധി ചോദിക്കുമ്പോഴേക്കും നിധി മാത്രം സുധീഷിനെ അവിശ്വസിക്കാതിരുന്ന കാര്യം സംസാരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു സുഭാഷും. അങ്ങനെ തോന്നാൻ കാര്യം എന്താന്ന് സുധീഷും ചോദിക്കേ എനിക്ക് എങ്ങനെ തോന്നാനാ, സുധീഷ് അങ്ങനെയുള്ള ഒരാളാണെന്ന് എനിക്ക് നന്നായി അറിയില്ലേ എന്ന് നിധിയും. എന്നെ വിശ്വസിച്ചതിന് സുധീഷ് നന്ദി പറയുമ്പോഴേക്കും ആ ബാഗിൽ കുറെ ക്യാഷും ഗോൾഡ് കോയിനും ഒക്കെ ഉണ്ടായിരുന്നു എന്ന് നികേഷൻ ചോദിക്കുന്നുണ്ട്. ഒരു ബാഗ് നിറയെ ക്യാഷും ഗോൾഡും ഉണ്ടായിരുന്നു. എന്നെ വിശ്വസിച്ചേൽപ്പിച്ച ഒരു കാര്യമായതുകൊണ്ട് അതൊരവസരമായി കണക്കിലെടുത്ത് ഞാനും ആ ജോലി ഏറ്റെടുത്തു. ഇപ്പൊ എനിക്ക് തോന്നുന്നു അതൊന്നും ചിലപ്പോ ഗോൾഡ് ആയിരിക്കില്ല, എന്നെ പറ്റിക്കാനായി റോൾഡ് ഗോൾഡ് വല്ലതും വെച്ചതായിരിക്കുമെന്ന് സുധീഷ് പറയുമ്പോഴേക്കും റിയൽ ഗോൾഡ് തന്നെ ആയിരുന്നു എന്ന് നിധിയും പറയുന്നുണ്ട്. കേൾക്കെ സുധീഷും സന്തോഷത്തോടെ അത് റിയൽ ഗോൾഡ് തന്നെയാണോ, ആശ്വാസമായി എന്തായാലും എന്ന് പറയുമ്പോഴേക്കും എന്ത് പറ്റിയെന്ന് നിധിയും ചോദിക്കുന്നുണ്ട്. അതെന്താന്ന് വെച്ചാ എന്ന് പറഞ്ഞ് സുധീഷ് തന്റെ പോക്കറ്റിൽ നിന്ന് 2 ഗോൾഡ് കോയിൻ എടുത്ത് അവളെ കാണിക്കുന്നുണ്ട്. എന്താ ഇതെന്ന് നിധി ദേഷ്യത്തോടെ ചോദിക്കുമ്പോഴേക്കും അത് ബാഗുമായി പോകുമ്പോ 2 എണ്ണം അടിച്ചു മാറ്റിയതാ. അതിൽ എന്തൊക്കെയാ ഉള്ളതെന്ന് നോക്കിയപ്പോ ഒരു പൊതിയിൽ നിറയെ ഗോൾഡ് കോയിൻ ഇരിക്കുന്നു. എന്നെ അപമാനപ്പെടുത്തിയ കാര്യം ഓർത്തപ്പോ അതിന്ന് 2 എണ്ണം ഇങ്ങ് അടിച്ചു മാറ്റി എന്ന് സുധീഷ് പറയുമ്പോഴേക്കും നിധി ദേഷ്യത്തോടെ അവനെ തന്നെ നോക്കി നിൽക്കുകയാ. സുഭാഷും അവനെ ചോദ്യം ചെയ്യുമ്പോഴേക്കും സുഭാഷ് ഏട്ടാ ഞാൻ എത്ര അടി വാങ്ങിച്ചെന്നറിയോ, എന്നെ അവർ എന്തുമാത്രം അപമാനിച്ചു, രാത്രിയും പകലുമെല്ലാം കെട്ടിയിട്ടടിച്ചു, മെഡിക്കൽ എക്സ്പെൻസിന് കാശ് വേണ്ടി എന്റെ മെഡിക്കൽ എക്സ്പെൻസ് ആണെന്ന് പറയുമ്പോഴേക്കും ദേഷ്യത്തോടെ നിൽക്കായിരുന്ന നിധിക്കും ചിരി വരികയാ. വീണ്ടും സുഭാഷ് അവനെ വഴക്കു പറയുന്നുണ്ടെങ്കിലും അത് വിട്ടേക്ക് സുഭാഷ് ഏട്ടാ, അത്രയ്ക്ക് സുധീഷ് അടി വാങ്ങിച്ചില്ലേ, ന്യായമായും അവര് തന്നെയല്ലേ മെഡിക്കൽ എക്സ്പെൻസ് എല്ലാം നോക്കേണ്ടത്, അതിനു പകരം സുധീഷ് എടുത്തെടുത്തു, അത് വിട്ടേക്ക് എന്ന് നിധി പറയുന്നത് കേൾക്കെ സുധീഷിനും സന്തോഷമാവുകയാണ്. അപ്പോഴാണ് നിധി ഞാനും കൂടി ഒരെണ്ണം എടുത്തു വന്നിട്ടുണ്ടെന്ന് പറയുന്നു. നിധികൾക്ക് എല്ലാവരും അമ്പരപ്പോടെ നിൽക്കുമ്പോഴേക്കും അവൾ തന്റെ പേഴ്സ് തുറന്ന് അവൾ എടുത്തുകൊണ്ട് വന്ന അവളുടെ ആധാർ കാർഡും ID കാർഡും എല്ലാം കാണിക്കുകയാണ്. അത് കാണാൻ നികേഷും സന്തോഷത്തോടെ കൈയടിക്കുന്നുണ്ട്. ഇത് തരില്ലെന്ന് പറഞ്ഞല്ലേ അവർ പ്രശ്നമുണ്ടാക്കിയത്, അവരാരും കാണാതെ ഞാൻ ഇതെങ്ങെടുത്തോണ്ട് പോകുന്നു എന്നവൾ പറയുന്നത് കേൾക്കെ സുധീഷും സന്തോഷത്തോടെ അവളെ അഭിനന്ദിക്കുകയാ. പിന്നീട് രാത്രിയാവുമ്പോൾ രാജീവിന്റെ ആ ഗുണ്ടാ നേതാവ് വന്ന് കാറിന്റെ കീ ആവശ്യപ്പെടുന്നുണ്ട്. അവർ ചാവി എടുത്തു കൊടുക്കുമ്പോഴേക്കും അവൻ ചുറ്റും നടന്ന് കാറിന് എന്തെങ്കിലും കേടുപാടുണ്ടോന്ന് നോക്കുകയാ. സുധീഷും അവനെ അടിയിലേക്ക് വിളിച്ച് എന്താ നീ നോക്കുന്നത്, കാറിനൊന്നും ഒരു പ്രശ്നവുമില്ല, ഞങ്ങൾക്കും വണ്ടി ഓടിക്കാൻ അറിയാം എന്ന് പറയുമ്പോഴേക്കും നിങ്ങൾ അവരുടെ പോലെയല്ലെന്ന് പറ, നിങ്ങളുടേത് പോലെ ക്രിമിനൽ പ്ലാൻ ഒന്നും ഞങ്ങൾക്കില്ലെന്ന് പറ എന്നവൾ പറയുമ്പോഴേക്കും സുധീഷും അവനെ വിരട്ടി വിടുകയാണ്. അവൻ കാറും കൊണ്ടുപോകുന്നത് നോക്കി നിൽക്കെ സുധീഷ് നികേഷിന്റെ അടുത്തേക്ക് ചെന്ന് നികേഷേ നീ കണ്ടില്ലേടാ നമുക്ക് വേണ്ടി അവൾ സംസാരിക്കുന്നത്, അവളുടെ വീട്ടിൽ വെച്ച് പോലും നമ്മളെ അവൾ സപ്പോർട്ട് ചെയ്തു, ഇനി പോകെ പോകെ ഇവൾ എന്റെ ഭാര്യയായി തീരുമെന്ന് സുധീഷ് പറയുമ്പോഴേക്കും നിധിയും തിരിഞ്ഞു നോക്കുന്നുണ്ട്. അവളെ കാണെ സുധീഷും തന്റെ ചുണ്ടിലെ മുറിവിൽ തടവിക്കൊണ്ട് വേദന അഭിനയിക്കുമ്പോഴേക്കും അത് കാണുന്ന നിധിയും ഹോസ്പിറ്റലിൽ പോവാമെന്ന് പറഞ്ഞ് അവനെ നിർബന്ധിക്കുന്നുണ്ടെങ്കിലും ഒന്നും കുഴപ്പമില്ലെന്നും ഉറങ്ങി എഴുന്നേറ്റ എല്ലാം മാറുമെന്നും സുധീഷും പറയുന്നുണ്ട്. ടെൻഷനോടെ അവൾ സുധീഷിനോട് സോറി പറയുമ്പോഴേക്കും സോറിയൊന്നും വേണ്ട പോയി ഉറങ്ങെന്ന് പറയുമ്പോഴേക്കും നിധി അകത്തേക്ക് കയറി പോവുകയാ. സുധീഷും നികേഷിനോടായി ഈ 2 ദിവസം നടന്ന കാര്യങ്ങൾ ആലോചിച്ച് എനിക്ക് നല്ല ടെൻഷനായിരുന്നു, ഇപ്പോ എല്ലാം നല്ലതിനാണെന്ന് തോന്നുന്നുണ്ട്, അവളുടെ സ്വഭാവത്തിൽ ചില മാറ്റങ്ങൾ വന്നത് കണ്ടില്ലേ, എല്ലാം നല്ലതിനാണെന്ന് തോന്നുന്നു എന്ന് സുധീഷ് പറയുമ്പോഴേക്കും ഞാൻ കല്യാണത്തിന് മുന്നേ പ്രണയിച്ചവരെ കണ്ടിട്ടുണ്ട്, പ്രണയിച്ചതിനു ശേഷം കല്യാണം കഴിച്ചവരെയും കണ്ടിട്ടുണ്ട്, പക്ഷേ സുധീഷ് ഏട്ടൻ കല്യാണം കഴിഞ്ഞും പ്രണയിക്കാൻ പേടിക്കുന്നു എന്ന് നികേഷ് പറയുമ്പോഴേക്കും എന്റെ അവസ്ഥ അതായി പോയി, പ്രണയിക്കുന്നവർക്ക് എല്ലായ്പ്പോഴും ടെൻഷൻ ഉണ്ടാവും, ലവറെ ആർക്കെങ്കിലും കല്യാണം കഴിച്ചു കൊടുക്കുമോന്ന്, പക്ഷേ എനിക്ക് ആ ടെൻഷൻ ഇല്ല, കുറച്ചു ദിവസം മുമ്പ് വരെ ആ പേടി ഉണ്ടായിരുന്നു, ഇപ്പൊ അങ്ങനെ ഒരു പേടിയേ ഇല്ല, അവൾക്ക് എന്നെ ഇഷ്ടമായി തുടങ്ങി, ഇപ്പൊ തൊട്ടവൾ നമ്മുടെ വീട് നമ്മുടെ കുടുംബം എന്ന് പറഞ്ഞു തുടങ്ങിയോ അപ്പൊ തൊട്ട് അവളുടെ പ്രണയവും തുടങ്ങി, അത് മനസ്സിലാവാൻ കുറച്ച് സമയമെടുക്കും, പെട്ടെന്ന് തന്നെ നിനക്ക് കാണാം അവൾ എന്റെ പുറകെ മൈ ബേബി മൈ സ്വീറ്റ് ഹാർട്ട് എന്നൊക്കെ വിളിച്ച് നടക്കുന്നത് എന്ന് സുധീഷ് സന്തോഷത്തോടെ പറയുന്നിടത്താണ് ഈ എപ്പിസോഡ് അവസാനിക്കുന്നത്. വീഡിയോ ഇഷ്ടമായാൽ സപ്പോർട്ട് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ.